അപ്പൊ ഞങ്ങളെ പെണ്ണിന് ഇഷ്ടമായല്ലോ. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ വഴി അറിയിക്കാം. ചെറുക്കന് പെണ്ണിനെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് മക്കളൊന്ന് അവിടം വരെ പോയിച്ചു വാ. എന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചു. എന്നിട്ട് നമുക്കിനെ ഉറപ്പിക്കാം. പഠിക്കുന്ന പോലെ ഇതിനാണ് ഒരാഴ്ച പണി ചെയ്യുന്നത്. നമുക്ക് വെള്ളിയാഴ്ച ശനിയാഴ്ച പണിയണം, ഞായറാഴ്ച പെണ്ണ് കുടിച്ച് കിടക്കണം. നിന്നെയൊക്കെ പ്രായത്തില് ഞങ്ങൾ ഒരുപാട് പണി ചെയ്തത്, രായും പകലും കിടന്ന് കഷ്ടപ്പെട്ടതാ. എന്നിട്ട് നിനക്കൊക്കെ എന്താ തഴപ്പോ? ആ പണിയുടെ കാര്യം തൊഴിലുറപ്പിച്ചവർ പറഞ്ഞിട്ടുണ്ട്. ആ കാണുന്ന പുളിമരം കണ്ടോ, അതിനകത്ത് പിടിച്ച് കെട്ടിയിട്ട കഥയിൽ അറിയാം. അത് അവരിപ്പോഴും പറയുന്നുണ്ട്. ചേട്ടാ ഇവിടെ ഈ സുധാകരൻ എന്ന് പറഞ്ഞ പട്ടാളത്തിൽ ആള് ഇവിടെ നിന്ന് 4ാമത്തെ വീട്. മോൻ സനീഷ് കാനഡയിലൊക്കെ ഉള്ള ആരുടെ മോനെ? ചേട്ടോ ഒരു മിനിറ്റ് ചേട്ടാ ഞാൻ 5 അല്ല കടയിൽ പോയിട്ട് നേരത്തെ നമ്മുടെ പട്ടാളത്തിൽ സുധാരൻ ചേട്ടന്റെ വീട് നോക്കിയിട്ട് എന്താ പറ്റി? എന്ത് സംഭവം? അവർ കല്യാണം കഴിച്ചതായിരുന്നു പെൺക്ക് വേണ്ടിട്ട്. 2 മക്കളുണ്ടല്ലോ, അത് മൂത്തവനെ ഇളയവനോ? ആ കാനഡയിൽ സനീഷ് ഇല്ലയോ? അയ്യോ അവനോ? എന്താ ഇതിൽ കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല, ചെറുപ്പം അവനെ മദ്യപിക്കും, അതേ ഉള്ളൂ. അടുത്ത കാലത്ത് ആരും മദ്യപിക്കാത്ത അത് ശരിയായി, ഇവന്ന കാലത്ത് ആരാ മദ്യപിക്കുന്നത്? പിന്നെ അല്ലാതെ ഇവിടുത്തെ നാട്ടിലെ പിള്ളേർ സെറ്റൊക്കെ ആയിട്ട് എന്തോ കഞ്ചാവിന്റെ എന്തോ ഉണ്ടെന്നോ, പിന്നെ അതുപോലെ എന്തോ എംഡി അങ്ങനെ സാധനമായിട്ട് എന്തൊക്കെയോ ഉണ്ടെന്നൊക്കെ അത് നാട്ടുകാർ പറയുന്നതാണ്. പിന്നെ സ്നേഹമുള്ള പയ്യന ഉള്ളത് പറയല്ലോ, സ്നേഹമുള്ള പയ്യന. നമ്മുടെ ആ വീടിന്റെ അപ്പുറത്ത് 3ാമത്തെ വീടുണ്ടോ താമസിക്കുന്നത്, ആ വീട്ടിലെ പ്രഭുജുമായിട്ട് ആ ചെറുക്കൻ എന്തോ 2 വർഷം പ്രണയമായിരുന്നോ, അവര് തമ്മിൽ ഒന്നിച്ചെങ്ങാണ്ടായിരുന്നോ ഒക്കെ പറയുന്നു. നമ്മളതൊന്നും വിശ്വസിക്കുന്നില്ല. അപ്പൊ പിന്നെ എന്തുകൊണ്ട് ചേട്ടന് പറ്റിയ ഒരു ബന്ധമായിരിക്കും. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ശരിയെന്ന് കേട്ടോ. സുധാരൻ ചേട്ടന്റെ വീട്ടിലോട്ട് പോകുന്നില്ലേ? ഇല്ല ബ്രോ, ഒന്നുകൂടെ ആലോചിക്കണം. ഓക്കെ, സമാധാനമായി. നീ ആ സനീഷിനെ പറ്റി എന്തെല്ലാം അവാദാടാ പറഞ്ഞു? സനീഷിനെ പറ്റി പറഞ്ഞതോ? എന്റെ 5 വർഷത്തെ പ്രണയം അവൻ കാനഡയിൽ നിന്ന് വന്ന് 5 നിമിഷം കൊണ്ട് തീർത്തത്. അവളെ അങ്ങനെ ഇപ്പൊ കാനഡയിലെ കാഡ്ബറീസ് തിന്നണ്ട, എന്റെ പറമ്പിൽ നിന്ന് എന്റെ പശുവിന് പുലർത്താൻ മതി.